ഹലോ ഗായ്സ്, നമ്മുടെ കുട്ടികൾ രാവിലെ വെയിലൊക്കെ ആവുന്നതിന് മുമ്പ് അമ്മയ്ക്ക് വിറവ് പറക്കിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും വിറവ് പറക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണേ. ചെറുതിനാണെ ആ സൈക്കിൾ ഉന്തിക്കൊണ്ട് നടക്കാനുള്ള ജീവൻ പോലും ഇല്ല. അങ്ങനെ എനിക്ക് കുറച്ച് വരിക്കച്ചക്ക കിട്ടിയേ, അത് വെച്ചിട്ട് ഇലയട ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് ഞാൻ. ആദ്യം അമ്മുവിൻ്റെ വലിയ സൈക്കിളും കൊണ്ട് ഇറങ്ങി മടുത്തു. എന്നിട്ട് വലിയ സൈക്കിൾ വെച്ചിട്ട് അവൻ്റെ കുഞ്ഞു സൈക്കിളൊക്കെ ആയിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്, അടുത്ത ട്രിപ്പ് കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. കുട്ടൂസന് ആരും കിളിക്കൂടിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പോയ അന്നേരം അവനെ എടുത്ത് കാണിച്ചോണം, അതാണ് അവൻ്റെ പ്രശ്നം. നോക്കിക്കേ, കാണോ കുട്ടൂസന്? ജൂലി അർജുനും ഒക്കെ പിന്നെ അതിലെ നടക്കുള്ളൂ. കുട്ടൂസന് മാത്രമേ ഉള്ളൂ ഈ സ്വഭാവം. അറിയില്ലേ നീ കാണോ? ഓണോടാ ചെറുക്കം. മതിയോ? ഞാൻ തീറ്റ കൊടുത്തിട്ട് അതിൻ്റെ ടിന്ന് അതിൻ്റെ അകത്തായിപ്പോൾ അത് എടുക്കാനായിട്ട് തുറന്നപ്പോൾ വീണ്ടും അവന് തുടങ്ങി. അവന് കാണണം, കയറണം. അപ്പം നമുക്ക് മുറ്റ അടിക്കാവേ ഗായ്സ്. ഇപ്പം മിക്കവാറും ഉച്ച കഴിഞ്ഞ് മഴയുണ്ടല്ലോ, അപ്പം കുഞ്ഞു കുഞ്ഞു കാടുകളെല്ലാം മുറ്റത്ത് കിളുക്കാൻ തുടങ്ങിയേ. അപ്പം നമുക്ക് സ്റ്റെപ്പും കൂടെ ഒന്ന് അടിച്ച് വരാവേ ഗായ്സ്. അത് കഴിഞ്ഞ് കുറേ കാട് പറിക്കാനുണ്ട്, കുഞ്ഞു കുഞ്ഞു കാട്. എൻ്റെ പ്രിയപ്പെട്ട സ്ഥലമാണ്. എനിക്കിവിടെ സന്ധ്യയാകുമ്പോൾ വന്നിരുന്ന ഒരു കട്ടൻ ചായ കിട്ടും കുടിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ബാക്കി പണി ചെയ്യാന്ന് കണ്ടപ്പോൾ ഇതാ പട്ടാളം എത്തിക്കഴിഞ്ഞു. ഇത് കണ്ടോ ഗായ്സ്, സന്ധ്യയാകുമ്പോൾ എന്താ മണമെന്നറിയാം. പക്ഷെ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം താഴെ പോവുകയും ചെയ്യും. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാം, നമ്മൾ പഴയ കാലം സ്കൂളിൽ പോകുമ്പോഴത്തേനും മുല്ലപ്പൂ പറക്കാനായിട്ട് ഓരോ വീടുകളിലൊക്കെ പോവല്ലേ. എന്നിട്ട് മഴയൊക്കെ പെയ്ത് താഴെ മുറ്റം നിറച്ച് മുല്ലപ്പൂ കിടക്കുക, അതെടുത്തുകൊണ്ട് വന്ന് കോർത്ത് തലയിലിട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ എനിക്കിതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞി കുഞ്ഞി കാടൊന്ന് പറിക്കാവേ. ഉച്ച കഴിയുമ്പോൾ എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് തുണിയൊക്കെ ഇളക്കി വിറകെല്ലാം ഒടിച്ച് അകത്ത് കയറ്റിയേക്കാം. മഴ വന്നെങ്കിലോ എന്നല്ല, ഇന്ന് ഉച്ച കഴിഞ്ഞിപ്പോൾ മഴ ഇടിയും കൊള്ളിയാനും ഒക്കെയാണ്. ഇത് പിന്നെ ദന്തപാല, എല്ലാവർക്കും അറിയാവുന്ന സാധനമാണല്ലോ. ഇതിൻ്റെ എണ്ണ തേച്ചാൽ പൊന്നയെ കുളിപ്പിക്കുന്നത്. നല്ല വയലറ്റ് കളറല്ലേ ഇതിൻ്റെ എണ്ണയ്ക്ക്, എല്ലാവരും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുട്ടു അർജുനെ പഠിപ്പിക്കാൻ ഇറങ്ങിയേക്കുക. അവനാണെങ്കിൽ എന്ത് ക്ഷമിച്ച മാറി നടക്കുന്നവനൊരു പിടി പിടിച്ചാൽ അവന് കോളുക. വിറക് മൊത്തം വേഗം ഒടിച്ച് കയറ്റിയിട്ട് നമുക്ക് തുണി വിരിക്കാവേ. വാക്കത്തിക്ക് എന്താ മൂർച്ചയെന്ന് നോക്കി ഗൈസ്, എത്ര വെട്ട് വെട്ടിയിട്ടൊരെണ്ണം ഒടിഞ്ഞേന്ന്.
അങ്ങനെ ഗായ്സ് വിറകൊടിക്കൽ എന്ന അപാരത കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് തുണി വിരിക്കാനുണ്ട്. ഹോ മടുത്ത് ഗായ്സ്. ഇന്ന് മുഖമൊക്കെ കഴുകിയിട്ടപ്പം നമുക്ക് പോയി തുണി വിരിക്കാവേ. നോക്കിക്കേ ഗൈസ്, തുണി വിരിക്കാൻ ആരൊക്കെ? അർജുവും കുട്ടൂസനും ജൂലി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനി തുണി വിരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇനി ഒന്നുമില്ല. അപ്പോൾ ശരി ഗൈസ്, ടാറ്റ ബൈ.